ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ മാത്സിലെ പ്ലസ് ടുവിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാം നമ്മളെ തൊട്ടയലത്തെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഓടിച്ച് എത്ര പെട്ടെന്ന് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ കണ്ടൻസ് പറയാമെന്നാണ് നമ്മൾ നോക്കുന്നത്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അതിനെ കൊണ്ട് പറ്റില്ല, അത് ഞാൻ ഒഴിവാക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പഠിക്കാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ചില ആളുകൾക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനോട് ഒരു വിരോധം ഉണ്ടാവും. അത് ഇന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാർ, പഠിക്കാതെ മാറ്റി വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണണം. എന്നിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞ കുറഞ്ഞ ക്വസ്റ്റ്യൻസ്, ഒരു അരമണിക്കൂർ കൊണ്ടാണ് ഈ ചാപ്റ്റർ പറഞ്ഞു തീർക്കുന്നത്. ആ ചാപ്റ്ററിൽ പറയുന്ന ക്വസ്റ്റ്യൻസ്, ആ കണ്ടൻസും നിങ്ങൾ വൃത്തിക്ക് പഠിച്ച് പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് പാസ്സാവാനുള്ള മാർക്ക് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കിട്ടും. അപ്പോൾ അത് മിസ് ചെയ്യരുത്. നമ്മൾ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഞാൻ ചാപ്റ്ററിൻ്റെ കേസിൽ പറയാൻ പോകുന്നത് ഒരു ടോപ്പിക് വൈസ് 1-2 കാര്യങ്ങൾ ഞാനൊന്ന് പറയാൻ പോകുന്നതാണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ഫസ്റ്റ് പറയാൻ പോകുന്നത്, റിലേഷൻസ് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തത് റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്, ഇക്വലൻസ് റിലേഷൻ. ഇതൊക്കെ നിങ്ങൾ കേട്ട സാധനങ്ങൾ തന്നെയാണ്. എങ്കിലും ഞാനൊന്നും കൂടി പറഞ്ഞു തരാം. റിഫ്ലെക്സീവ് റിലേഷൻ, എപ്പോഴാണ് ഒരു റിലേഷൻ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയാം? ഒരു സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെങ്കിൽ, ആ സെറ്റിലുള്ള എല്ലാ എലമെൻസിൻ്റെയും ഒരു പെയർ 1 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എ എന്ന് പറയുന്ന സെറ്റിലുണ്ടെങ്കിൽ റിലേഷനിൽ ആരുണ്ടാവണടാ? 1 ഉണ്ടാവണം. 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എ എന്ന് പറയുന്ന സെറ്റിലുണ്ടെങ്കിൽ റിലേഷനിൽ ആരുണ്ടാവണം? 2 ഉണ്ടാവണം. ആർ ഫ്രം എ ടു എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ, എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷനിൽ 1 ഉണ്ടെങ്കിൽ, 2 ഉണ്ടെങ്കിൽ, 3 ഉണ്ടെങ്കിൽ, 1, 2, 3 മാത്രമേ ഉള്ളൂ സെറ്റിൽ. അങ്ങനെയാണെങ്കിൽ 1 2 3 റിലേഷനിലുണ്ടെങ്കിൽ ആ റിലേഷനെ നമ്മൾ എന്ത് പറയും? റിഫ്ലെക്സീവ് എന്ന് പറയും. ഈ 1 ഉണ്ട്, 2 3 ഇല്ല, അപ്പോൾ അതെന്താണ്? നോട്ട് റിഫ്ലെക്സീവ് ആണ്. സിമ്പിളല്ലേ കൺസെപ്റ്റ്? ഓക്കെ. ഇനി അടുത്തത് സിമ്മട്രിക് റിലേഷൻ ആണ്. സിമ്മട്രിക് ആവുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിഫ്ലെക്സീവ് റിലേഷൻ നോക്കുന്നത് നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. എ എന്ന് പറയുന്ന സെറ്റിൽ 1 ഉണ്ടെങ്കിൽ റിലേഷനിൽ 1 ഉണ്ടാവണം, എയിൽ 2 ഉണ്ടെങ്കിൽ റിലേഷനിൽ 2 ഉണ്ടാവണം. ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. പക്ഷേ സിമ്മട്രിക്കിൻ്റെയും ട്രാൻസിറ്റീവിൻ്റെയും കണ്ടീഷനിൽ നമ്മൾ നോക്കുന്നത് റിലേഷനിലുണ്ടോ എന്ന് മാത്രമാണ്. എയിലുണ്ടോ എയിലില്ലേ എന്നുള്ളത് നമുക്കിവിടെ കാര്യമേ അല്ല. റിലേഷനിൽ എ ബി ഉണ്ടെങ്കിൽ റിലേഷനിൽ നിർബന്ധമായിട്ടും ആരും ഉണ്ടാവണടാ? ബി എയും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് എന്ത് പറയുള്ളൂ? സിമ്മട്രിക് റിലേഷൻ എന്ന് പറയുള്ളൂ. എ ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, 1 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, 1, 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എ ബിയിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ എന്തുണ്ടാവൂടാ? 1, 2 എന്ന് പറയുന്ന എലമെൻറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ എന്തുണ്ടാവണം? 2, 1 കൂടി ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ അവിടെ ഉണ്ടാവുള്ളൂ. അതിനെന്തെന്ന് പറയുള്ളൂ? സിമ്മട്രിക് റിലേഷൻ എന്ന് പറയുള്ളൂ. ഇനി അതേപോലെ തന്നെയാണ് ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷനിലും. ട്രാൻസിറ്റീവ് നിങ്ങൾ എവിടെ മാത്രം നോക്കിയാൽ മതി? റിലേഷനിൽ മാത്രം നോക്കിയാൽ മതി. എവിടെ നോക്കേണ്ട ആവശ്യമില്ല. എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ബാധിക്കുന്ന കാര്യമല്ല. അത് എവിടെ മാത്രമേ നോക്കുള്ളൂടാ? റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷനിൽ മാത്രമേ ഏലുണ്ടോ റിലേഷനിലുണ്ടോ രണ്ടും കൂടി നോക്കുള്ളൂ. സിമ്മട്രിക് ആണെങ്കിലും ട്രാൻസിറ്റീവ് ആണെങ്കിലും എവിടെ നോക്കുള്ളൂ? റിലേഷനിലുണ്ടെങ്കിൽ അപ്പുറത്തുണ്ടാവണം. റിലേഷനിൽ എ ബി ഉണ്ട്, റിലേഷനിൽ ബി സി ഉണ്ട്. എ ബിയും ബി സിയും എന്ന് പറയുന്നത്, എ ബി എന്ന് പറയുന്ന ബിയിൽ അവസാനിച്ചു, ആ അവസാനിച്ച എലമെൻറ്റിൽ തുടങ്ങുന്നൊരു പെയർ. എ ബിയിൽ അവസാനിച്ചു, ബി സി എന്ന് പറയുന്ന വേറൊരു പെയർ ഉണ്ടെങ്കിൽ അവിടെ ഏത് പെയറും കൂടി നിർബന്ധമായിട്ടുണ്ടാവണം? ആദ്യത്തെയും അവസാനത്തെയും എലമെൻസിനെ കൂട്ടിയിട്ടൊരു പെയർ ഉണ്ടാവണം. അതായത് 1, 2 ഉണ്ട്, അതേപോലെ തന്നെ 2, 3 ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത് രണ്ടും റിലേഷനിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആരും ഉണ്ടാവണടാ? 1, 3 കൂടി ഉണ്ടാവണം. 1, 2 ഉണ്ട്, 2, 3 ഇല്ല. 1, 2 ഉണ്ട്, 2, 3 ഉണ്ട്, പക്ഷേ ആരില്ല എന്ന് വിചാരിച്ചോ? 1, 3 ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് എന്തെന്ന് പറയും? നോട്ട് റിഫ്ലെക്സീവ് എന്ന് പറയും. റിഫ്ലെക്സീവ് അല്ല, നോട്ട് ട്രാൻസിറ്റീവ്. ഇതാണ് ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സിമ്മട്രിക്, റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ്, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇതിൻ്റെത്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വേറൊരു കണ്ടീഷനും കൂടിയും, എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം എന്നാണ് നമ്മൾ സിമ്മട്രിക്കിന് കണ്ടീഷൻ പറഞ്ഞത്. എ ബി ഇല്ലെങ്കിലും അത് സിമ്മട്രിക് ആണ്. എ ബി ഇല്ല, ബി എ ഇല്ല, രണ്ടാൾക്കാരും ഇല്ല, അപ്പോഴും ആ ഫംഗ്ഷൻ എന്താണ്? ആ റിലേഷൻ എന്താണ്? സിമ്മട്രിക് ആണ്. എ ബിയും ബി സി ഇല്ല, അപ്പോൾ ആരും വേണ്ട, എ സിയും വേണ്ട, അപ്പോഴും ആ റിലേഷൻ എന്താടാ? ട്രാൻസിറ്റീവ് ആണ്. ഈ 3 പെയറുകൾ ഉണ്ടെങ്കിലും ഈ 3 പെയറുകൾ ഇല്ലെങ്കിലും ആ ഫംഗ്ഷൻ റിഫ്ലെക്സീവുമാണ്, ട്രാൻസിറ്റീവുമാണ്. ഇതിൽ ഒരാളുണ്ട്, ഇയാളുണ്ട്, ഇയാളില്ല, അപ്പോൾ സിമ്മട്രിക് അല്ല. ഇയാളുണ്ട്, ഇയാളില്ല, അപ്പം എന്തല്ല? ട്രാൻസിറ്റീവുമല്ല. അത്രമാത്രം ഓർത്തു വെച്ചാൽ മതി. ഇനി ഇതിനെ 3 സിമ്മട്രിക്, റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ്, ഇത് 3 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താടാ?
എന്ത് റിലേഷൻ എന്ന് പറയുന്നത്? ഇക്വലൻസ് റിലേഷൻ. റിഫ്ലെക്സീവുമാണ്, സിമ്മട്രിക്കുമാണ്, ട്രാൻസിറ്റീവുമാണ്. ഇത് മൂന്നുമായ റിലേഷൻസിനെ ഒരുമിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വേർഡാണ് എന്താ? ഇക്വലൻസ് റിലേഷൻ. ഇതൊക്കെ നിങ്ങൾ കേട്ടതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും, എന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, അടുത്ത കൺസെപ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫങ്ഷൻസ്. ഫങ്ഷൻസിൻ്റെ കണ്ടീഷൻസിൽ 3 തരം ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ ആൻഡ് ദി ബൈജക്റ്റീവ് ഫംഗ്ഷൻ. 1 ഫംഗ്ഷനെ പറയുന്ന വേറൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷനെ പറയുന്ന വേറൊരു പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ. ലാസ്റ്റ് വൺ ബൈജക്റ്റീവ്. നേരത്തെ നമ്മൾ ഇക്വലൻസ് റിലേഷൻ പറഞ്ഞ പോലെ 1 ഓൺ ടുവും ആവുമ്പോൾ പറയുന്ന പേരാണ് എന്താടാ? 1 ആൻഡ് ഓൺ ടു. ഇത് രണ്ടും കൂടി ആവുമ്പോൾ പറയുന്ന പേരാണ് എന്താടാ? ബൈജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1 കണ്ടീഷൻ എന്താ നോക്കാം. എങ്ങനെയാണ് 1 പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. 1 ഒരു ഫംഗ്ഷൻ തന്നിട്ട് നിങ്ങളോട് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവുക. ഇവിടെ ശ്രദ്ധിച്ചോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് തന്നാൽ എഫ് ഓഫ് x1 നിങ്ങൾ എങ്ങനെ എഴുതടാ? x1 സ്ക്വയർ. എക്സ് ഉള്ളോടുത്ത് x1 ആക്കി കൊടുക്കുക, എക്സ് ഉള്ളോടുത്ത് x2 ആക്കി കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ x1 സ്ക്വയർ ആണ്, എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ x2 സ്ക്വയർ ആണ്. സിംപ്ലി അതാണ്. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണടാ? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടണം. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താ? 1 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഗ്രാഫുകൾ തന്നിട്ട് നമ്മളോട് അഥവാ 1 ആണോ 1 ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഫ്രം ദി ഗ്രാഫ് പാരലൽ ലൈൻ ഓഫ് എക്സ് ആക്സിസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിച്ചോടാ, ഞാനൊരു ഗ്രാഫ് ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. ഇത് എക്സ് ആക്സിസിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഈ എക്സ് ആക്സിസ് ഞാൻ പാരലായിട്ട് ഒരു ലൈൻ ഇട്ടാൽ ഈ ഗ്രാഫിൽ ഈ ഫംഗ്ഷൻ എത്ര പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ടാ? 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ ഈസ് നോട്ട് 1. ഒരു പാരൽ ലൈൻ, എക്സ് ആക്സിസിന് ഒരു പാരൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഗ്രാഫിൽ 1 പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുകയാണെങ്കിൽ, ഒറ്റ പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയാം? 1 ആണെന്ന് പറയാം. ഗ്രാഫിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സിംപ്ലി ഗ്രാഫ് തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ സിംപ്ലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് 1 ആണോ 1 ആണോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കുക, ഇതിപ്പോൾ 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഒരു എക്സാമ്പിൾ ഒറ്റ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫാണെന്ന് വിചാരിച്ചോ. ഇത് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫാണ്. ഇങ്ങനെ ലൈൻ വരച്ചാൽ ഇത്ര പോയിന്റിൽ ടച്ച് ചെയ്യുള്ളൂ, ഒറ്റ പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുള്ളൂ. അപ്പോൾ അതെന്താണ്? 1 ആണ്. ഈ കേസിൽ ഇതെന്തല്ല? 1 അല്ല. ഓർത്ത് വെക്കുക. ഓക്കെ, സിമ്പിളാണ്. ഇനി ഓൺ ടുവിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഓൺ ടു ആവണമെങ്കിൽ റേഞ്ച് സിക്വൽ ടു എന്താവണം? കോഡൊമൈൻ ആക്കണം. റേഞ്ച് സിക്വൽ ടു കോഡൊമൈൻ. എഫ് ഫ്രം ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ഈ എനെ പറയുന്ന പേരാണ് എന്താടാ? ഡൊമൈൻ എന്ന് പറയുന്നത്. എനെ പറയുന്ന പേരാണ് ഡൊമൈൻ, ബീനെ പറയുന്ന പേരാണ് എന്ത്? കോഡൊമൈൻ. എനെ പറയുന്ന പേര് ഡൊമൈൻ എന്നും ബീനെ പറയുന്ന പേര് കോഡൊമൈൻ എന്നുമാണ്. നമുക്കൊരു ഫംഗ്ഷൻ്റെ കിട്ടുന്ന ആൻസർ, y ആയിട്ട് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയാം? റേഞ്ച് എന്ന് പറയാം. ഈ ബിയും ആൻസറും സെയിം ആണെങ്കിലാണ് അതിനെന്ത് പറയാടാ? ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാം. ബിയും ആൻസറും സെയിം ആവുന്ന കേസിലാണ് അതിനെന്ത് പറയാം? ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് ഇത് 1 ഓൺ ടു ആണെങ്കിൽ അതിനെ കോമൺലി പറയുന്ന പേരാണ് എന്ത് ഫംഗ്ഷൻ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഒറ്റയടിക്ക് പുതിയതായിട്ട് കേൾക്കുന്ന ആളുകൾ, മുൻകൂട്ടി പഠിച്ച ആളുകളാണെങ്കിൽ ഇവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പുതിയതായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? കുറച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Show that the relation R in the set 1, 2, 3. 1, 2, 3 എന്ന് പറയുന്ന സെറ്റിൽ നിന്നുള്ള റിലേഷൻ ആണ് R is equal to 1, 1, 2, 2, 3, 3, 1, 2, 2, 3 is reflexive but neither symmetric nor transitive. ഇത് റിഫ്ലെക്സീവ് ആണ്, പക്ഷേ സിമെട്രിക്കും അല്ല ട്രാൻസിറ്റീവും അല്ല എന്ന് ഷോ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ശ്രദ്ധിച്ചോ, നമ്മൾ നേരത്തെ പറഞ്ഞു റിഫ്ലെക്സീവ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ സെറ്റിൽ 1 ഉണ്ടെങ്കിൽ റിലേഷനിൽ 1 ഉണ്ടാവണം, സെറ്റിൽ 2 ഉണ്ടെങ്കിൽ റിലേഷനിൽ 2 ഉണ്ടാവണം, സെറ്റിൽ 3 ഉണ്ടെങ്കിൽ റിലേഷനിൽ 3 ഉണ്ടാവണം. സെറ്റിൽ 1 ഉണ്ട്, 1 ഇല്ലേ, 2 ഉണ്ട്, 2 ഇല്ലേ, 3 ഉണ്ട്, 3 ഇല്ലേ, 3 പെയറുകളും അതിലുണ്ട്. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന കോമൺ പെയർ അതിലുണ്ട്. അതുകൊണ്ട് അതിന് എന്ത് നമുക്ക് പറയാൻ പറ്റും? ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ 1, 2 ഉണ്ട്. നമ്മൾ സിമ്മട്രിക്കിൻ്റെ കണ്ടീഷൻ പറഞ്ഞത് എ ബി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും റിലേഷനിൽ എ ബി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്തുണ്ടാവണം എന്നാണ്? ബി എ കൂടി ഉണ്ടാവണം, അതിൻ്റെ ഓപ്പോസിറ്റ് പെയറും കൂടി ഉണ്ടാവണം. ഈ റിലേഷനിൽ 1, 2 എന്ന് പറയുന്ന ഒരു പെയർ ഉണ്ട്, പക്ഷെ ആരില്ല? 2, 1 എന്ന് പറയുന്ന പെയർ ഇതിൽ എന്തില്ലടാ? ഈ റിലേഷനിൽ ഇല്ല. അപ്പോൾ 1, 2 ബിലോങ്സ് ടു ആർ ആണ്, ബട്ട് 2, 1 നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. ദെർഫോർ ദ ഫംഗ്ഷൻ റിലേഷൻ ഈസ് നോട്ട് സിമ്മട്രിക് എന്ന് പറയാം. ഈ റിലേഷൻ എന്തല്ല? സിമ്മട്രിക് അല്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ,
1 2 ഉണ്ട്, 2ൽ അവസാനിച്ചു, 2ൽ തുടങ്ങുന്ന അടുത്തൊരു പെയറുണ്ട്, 1,2 2ൽ അവസാനിച്ചു, 2ൽ തുടങ്ങുന്ന അടുത്തൊരു പെയർ. ഇങ്ങനെ ഒരു പെയർ ഉണ്ടെങ്കിലേ നിങ്ങൾ അടുത്ത കാര്യം ചിന്തിക്കണ്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു പെയർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് ട്രാൻസിറ്റീവ് എന്ന് എഴുതാം. 1,2 മാത്രമേ ഉള്ളൂ, 2,3 എന്ന് പറയുന്ന ഒരു പെയറില്ല, അല്ലെങ്കിൽ 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു പെയർ ഇല്ല എങ്കിലും നേരിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതി കൊടുക്കാം, ട്രാൻസിറ്റീവ് എന്ന് എഴുതി കൊടുക്കാം. ഇവിടെ 2 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പെയർ ഉണ്ട്, 1,2 2,3 ഉണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഏത് പെയറുകൾ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പെയർ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി കൊടുക്കണം. അത് 1,3 ആണ്. ഇങ്ങനെ ഒരു പെയർ ഈ റിലേഷനിൽ ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയും. 1,3 എന്ന് പറയുന്ന പേര് നമ്മൾ റിലേഷനിൽ ഉണ്ടോടാ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ 1,3 ആ റിലേഷനിൽ ഇല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്നാണ് മീനിങ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ഞാൻ. നെക്സ്റ്റ് വൺ പറയുന്നത് കൺസിഡർ ദി റിലേഷൻ ആർ ഇസ് ഇക്വൽ ടു, റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 1 3 1 1 2 2 3 3 1 3 ഡിഫൈൻഡ് ഓൺ എ സെറ്റ് എ. എന്ന് പറയുന്ന ഒരു സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട് ഡിഫിനിഷൻ ആയിട്ട് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണം. അടുത്തത് ഷോ ദാറ്റ് ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ, ഫൈൻഡ് ദി ഇക്വലൻസ് ക്ലാസസ്. ഷോ ദാറ്റ് ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ സിമ്മട്രിക് ആണ്, റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇത് മൂന്നുമാണ് എന്ന് പ്രൂവ് ചെയ്താലേ അതിന് എന്ത് പറയാൻ പറ്റുള്ളൂടാ? ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇക്വലൻ ക്ലാസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് വൺ, ഒന്നാമത്തെ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഫംഗ്ഷൻ റിഫ്ലെക്സീവ് ആണെന്ന് തെളിയിക്കണം. റിലേഷനിൽ സെറ്റിൽ നമുക്ക് ഏതൊക്കെ എലമെന്റ്സ് ഉള്ളടാ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. തൊട്ട് മുമ്പ് പറഞ്ഞ സാധനം തന്നെയാണ്. 1 ഉണ്ടെങ്കിൽ 1 1 ഉണ്ടാവണം, 2 ഉണ്ടെങ്കിൽ 2 2 ഉണ്ടാവണം, 3 ഉണ്ടെങ്കിൽ 3 3 ഉണ്ടാവണം. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്ന പെയർ ഉണ്ട്. ദാറ്റ് മീൻസ് ആ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, ആ റിലേഷൻ എന്താണെന്ന് പറയാം? റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേടാ? ഇനി അടുത്തത് 1,3 എന്ന് പറയുന്ന പെയർ ഉണ്ട്. 1,3 ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പെയർ ഏതുണ്ടാവണം? 3,1 ഉണ്ടാവണം. 1,3 ഉണ്ട്, 3,1 ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് പെയർ ഉണ്ട്. വേറെ ഏതെങ്കിലും ഇങ്ങനെ ഓപ്പോസിറ്റ് ഇല്ലാത്ത പെയറുകളിലുണ്ടോ? ഇല്ലാത്ത പെയറുകളൊന്നുമില്ല. 1,3 ഉണ്ട്, 3,1 ഉണ്ട്. ആ രണ്ട് പെയറുകൾ ഉള്ളത് കൊണ്ട് അതിനെന്തും പറയാടാ? സിമ്മട്രിക് റിലേഷൻ എന്ന് പറയാം. റിഫ്ലെക്സീവുമാണ്, സിമ്മട്രിക്കും ആണ്. ഇനി അടുത്ത വണ്ണ്, ഇതിൽ 1,3യും 3,1ഉം 1,3യും 3,1ഉം ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ചെടുത്ത് എഴുതിയാൽ എങ്ങനെയാണ് വരിക? 1,3യും 3,1ഉം ഇത് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പെയർ ഉണ്ടാവണടാ? 1,1 എന്ന് പറയുന്ന പെയർ ഉണ്ടാവണം. അതുപോലെ അല്ലേ? 1,1 അവിടെ ഉണ്ട്. ദാറ്റ് മീൻസ് എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? എ സി ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. അതുകൊണ്ട് നമുക്ക് അതിനെന്ത് പറയാൻ പറ്റൂടാ? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയാൻ പറ്റും. ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. റിഫ്ലെക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ അതിനെ കോമൺ ആയിട്ട് നമുക്ക് എന്ത് പറയാം? എന്ത് പറയാടാ? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് ഇക്വലൻസ് ക്ലാസസ് എന്ന് പറയുന്ന സാധനം. ഇക്വലൻസ് ക്ലാസസ്, ഇക്വലൻസ് റിലേഷനിൽ മാത്രമേ ഇക്വലൻസ് ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇക്വലൻസ് ക്ലാസസ് എന്ന് പറയുന്നത് ഈ കാണുന്ന പെയറുകളിൽ, ഇപ്പോൾ ഈ തന്ന റിലേഷനിൽ നമ്മൾ 1 എന്ന് പറയുന്ന പെയർ, 1 എന്ന് പറയുന്ന എലമെൻറ്റ് ആരൊക്കെ ആയിട്ട് പെയറുകൾ ഉണ്ടാക്കുന്നുണ്ടോ ആ പെയറുകളൊക്കെയാണ് അതിൻ്റെ ഇക്വലൻസ് ക്ലാസസ്. അതിനെ സെറ്റ് ആക്കിയിട്ട് എഴുതി കൊടുക്കുക. ഇക്വലൻസ് ക്ലാസസ് നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ബോക്സിൽ ഇട്ടിട്ടാണ് എഴുതി കൊടുക്കുക. 1ൻ്റെ ഇക്വലൻസ് ക്ലാസസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 3യുമായിട്ടും പെയർ ഉണ്ടാക്കുന്നുണ്ട്, 1 1ഉമായിട്ടും പെയർ ഉണ്ടാക്കുന്നുണ്ട്. ആ പെയർ ഉണ്ടാക്കുന്ന എലമെൻറ്റുകളെ സെറ്റ് ആക്കിയിട്ട് എഴുതി കൊടുത്താൽ അതിനെന്ത് പറയാം? അതിൻ്റെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയാം. 1 ഉണ്ടാക്കുന്നത് 1 3യുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, 1 ആരുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, 1ഉമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് സെറ്റ് 3,1 എന്ന് എഴുതി കൊടുത്താൽ 1ൻ്റെ ഇക്വലൻസ് ക്ലാസ് ആയി. അടുത്തത് 2ൻ്റെ ഇക്വലൻസ് ക്ലാസ്. 2 ആരുമായിട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂടാ? 2 2ഉമായിട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് 2ൻ്റെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അടുത്തത് 3 ഉണ്ടാക്കുന്നത് 3 3യുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, 3 1ഉമായിട്ട് ഉണ്ടാക്കുന്നത്. ദാറ്റ് മീൻസ് 3ൻ്റെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത് 1ഉം 3യുമാണ്. ഇത്രയേ ഉള്ളൂ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കേട്ടോ. വളരെ സിമ്പിളാണ്, ഓർത്ത് വെക്കുക. And the next one, consider the relation R in the set n of natural numbers defined as R is equal to a comma b such that ab is a factor of 6. ab 6ൻ്റെ ഒരു ഫാക്ടർ ആവണം. ഡിറ്റർമൈൻ വെദർ ദ റിലേഷൻ ആർ ഈസ് റിഫ്ലെക്സീവ്, സിമ്മട്രിക് ഓർ ട്രാൻസിറ്റീവ്. ഇത് റിഫ്ലെക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ് പറയേണ്ടത്. കണ്ടീഷൻ പറഞ്ഞതടാ, എ ബി എന്താവണം എന്നാണ്? ഈസ് എ ഫാക്ടർ ഓഫ് 6 ആവണം. എ ബി മൾട്ടിപ്ലൈ ചെയ്താൽ, ഈ റിലേഷനിൽ എഴുതുന്ന ഓരോ പെയറുകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തിൻ്റെ ഫാക്ടർ ആവണം? 6ൻ്റെ ഫാക്ടർ ആവണം. ഫാക്ടേഴ്സ് ഓഫ് 6 ഞാൻ സൈഡിൽ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? 6നെ ഫാക്ടറൈസ് ചെയ്യാൻ ഫാക്ടേഴ്സ്, 6ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ആയിരിക്കടാ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. ഇത്രയാണ് 6ൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്. അതിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇതിൽ ഏതൊക്കെ പെയറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഫാക്ടർ ഓഫ് 6 കിട്ടും. ജനറലി എവിടുന്നാണ് ഈ സെറ്റ് ഉത്ഭവിച്ചിട്ടുള്ളതാ? റിലേഷൻ ആർ ഫ്രം എൻ ടു എൻ ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് ആണ് റിലേഷൻ വരുന്നത്. അപ്പോൾ ആ റിലേഷനിൽ നാച്ചുറൽ നമ്പേഴ്സിൽ 1 വെച്ചിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ 1 × 1 1 1 1 × 1 വന്നാൽ ആൻസർ 1 തന്നെയാണ്. 1 ഈസ് എ ഫാക്ടർ ഓഫ്
6 ആണ്. 1 into 2 2 is a factor of 6 ആണ്. 1 into 3 3 is a factor of 6 ആണ്. 1 into 6 6 is a factor of 6 ആണ്. 2 into 1 ആവുമ്പോഴും 2 തന്നെയാണ് factor of 6 ആണ്. 2 into 3 6 ആണ്. 6 is a factor of 6 ആണ്. 3 into 1 3 ആണ്, is a factor of 6 ആണ്. 3 into 2 6 ആണ്, 6 is a factor of 6 ആണ്. 6 into 1 equal to 6 is a factor of 6 ആണ്. അപ്പോൾ ഇതിലുള്ള എല്ലാ പെയറുകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും 6ൻ്റെ ഒരു ഫാക്ടറാണ് കിട്ടുക. ആ സെറ്റിനെ ആ റിലേഷനെ ഞാനൊന്ന് എടുത്ത് എഴുതി. ഓക്കെ, ഇനി ഇതിൽ ഓരോ പെയറുകളും ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ 1 1 ഉണ്ട്, എന്നിൽ നിന്നാണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, സകലമാന എണ്ണൽ സംഖ്യകളും അതിലുണ്ട് എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് 1 ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 1 1 ഉണ്ടാവണം. 2 നാച്ചുറൽ നമ്പേഴ്സിലുണ്ട്, അപ്പോൾ നിർബന്ധമായിട്ടും അവിടെ ആരുണ്ടാവണടാ, 2 2 ഉണ്ടാവണം. ഇവിടെ 2 2 ക്വസ്റ്റ്യനിലുണ്ടോ, നമ്മൾ കണ്ടുപിടിച്ച റിലേഷനിലുണ്ടോ? ആ റിലേഷനിൽ 2 2 ഇല്ലാത്തത് കൊണ്ട് അതിന് എന്ത് പറയും? 2 നോട്ട് ബിലോങ്സ് ടു ആർ ആണെങ്കിൽ 2 2 നോട്ട് ബിലോങ്സ് ടു ആർ ആണെങ്കിൽ അതിന് എന്ത് പറയാടാ? നോട്ട് റിഫ്ലക്സീവ് എന്ന് പറയാം. കാരണം എന്തുകൊണ്ടാ? 2 2 എന്ന് പറയുന്ന പെയർ ഈ റിലേഷനിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ക്ലിയർ അല്ലേടാ? അടുത്തത് എ ബി എന്ന് പറയുന്ന പെയർ ബിലോങ്സ് ടു ആർ ആണ്. എ ബി എന്ന് പറയുന്ന പെയർ 1 2 ഉണ്ട്. 1 2ൻ്റെ ഓപ്പോസിറ്റ് ആരാ? 2 1 ഇവിടെ അല്ലേ? 1 3 ഉണ്ട്. 1 3ൻ്റെ ഓപ്പോസിറ്റ് ആരാ? 3 1 ഇവിടെ അല്ലേ? 1 6 ഉണ്ട്. 6 1 ഇവിടെ അല്ലേ? 3 2 ഉണ്ട്. ഓപ്പോസിറ്റ് ആരാ? 2 3 ഇവിടെ അല്ലേ? ഈ പെയറുകൾക്കൊക്കെ ഓപ്പോസിറ്റ് പെയറുകളും അവിടെ തന്നെ ഉണ്ട്. ദാറ്റ് മീൻസ് എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബി എയും അവിടെ ഉണ്ട്. ദാറ്റ് മീൻസ് അതെന്താണെന്നാണ് അർത്ഥടാ? അത് സിമ്മട്രിക് റിലേഷൻ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 3 1 ഉണ്ട്. 3 1 ഈ പെയറുണ്ട്. 1 3 എന്ന് പറയുന്ന പെയറും ഉണ്ട്. 3 1ഉം 1 3ഉം 1ൽ അവസാനിച്ചു, 1ൽ തുടങ്ങി. അങ്ങനത്തെ ഒരു പെയർ അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇങ്ങനെ ഒരു പെയർ അവിടെ ഉണ്ടാവണം. ദാറ്റ് മീൻസ് അത് ഏത് പെയറാ? 3 3 എന്ന് പറയുന്ന പെയറാണ്. അങ്ങനെ ഒരു പെയർ ഇതിലുണ്ടോ? അങ്ങനെ ഒരു പെയർ അതിലില്ല. ദാറ്റ് മീൻസ് 3 3 നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അതിൻ്റെ അർത്ഥം ഈ ഫംഗ്ഷൻ റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവുമല്ല, പക്ഷേ അതെന്താണ്? സിമ്മട്രിക് ആണ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേടാ? മനസ്സിലായിട്ടില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ഫംഗ്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x + 4 ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഹെൻസ് റൈറ്റ് ദ ഇൻവേഴ്സ് ഓഫ് ദി ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ചെറിയ കാര്യടാ, ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. എടാ, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എഫ് ഈസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1 ആവണം, ഓൺ 2 ആവണം. 1 1ഉം ഓൺ 2 ആവുന്ന ഫംഗ്ഷൻസിനാണ് നമ്മൾ എന്ത് പറയാം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. 1 1ഉം ഓൺ 2 ആണെങ്കിൽ അതിനെ ബൈജക്റ്റീവ് എന്ന് പറയും. ബൈജക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസിനും ഒരു ഇൻവേഴ്സ് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസിനെയും എന്ത് പറയൂടാ? ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇൻവേർട്ടിബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ ആ ഫംഗ്ഷൻ എന്താവണം? ബൈജക്റ്റീവ് ആവണം എന്ന് ആലോചിച്ചാൽ മതി, സിമ്പിളി. ഓക്കെ, ഇനി അടുത്ത് ബൈജക്റ്റീവ് ആണെങ്കിൽ അതിനെന്ത് പറയും? ഇൻവേർട്ടിബിൾ എന്ന് പറയും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. തന്ന ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 5x + 4 ആണ്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 5x + 4. നമ്മൾ 1 1 ആണ് തെളിയിക്കാൻ എടുത്തിരുന്നത്. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം എന്നാണ്? x1 ഈക്വൽ ടു x2 കിട്ടണം. എഫ് ഓഫ് x1 എഫ് ഓഫ് x ഈക്വൽ ടു 5x + 4 ആണെങ്കിൽ എഫ് ഓഫ് x1 എക്സിന് പകരം നേരെ എന്താക്കി കൊടുക്കുക? x1 ആക്കി കൊടുക്കുക. അപ്പോൾ 5x1 + 4 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ 5x2 + 4. ഈ 4നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ 5നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് മീൻസ് x1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? x2 എന്ന് കിട്ടും. x1 ഈക്വൽ ടു x2 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് പറയാടാ? 1 1 എന്ന് പറയാം. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നാണ് തുടങ്ങിയത്. നമുക്ക് എന്ത് കിട്ടി? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണ്? 1 1 ഫംഗ്ഷനാണ്. ക്ലിയർ അല്ലേ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇനി ഓൺ ടു ആണോ എന്ന് തെളിയിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്ന ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ തന്ന ഫംഗ്ഷൻ നിങ്ങൾ എന്താക്കിയിട്ട് എടുക്കുക? y എന്നാക്കിയിട്ട് എടുക്കുക. y ഈക്വൽ ടു 5x + 4. ഓക്കെ, ഈ ഇക്വേഷന് y ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനെ മാറ്റിയിട്ട് നിങ്ങൾ x ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ x ഈക്വൽ ടു കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ +4 അപ്പുറത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ y - 4 എന്നായി. 5x ഇവിടെ ഉണ്ട്. ഇനി അടുത്ത 5നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ദാറ്റ് മീൻസ് x ഈക്വൽ ടു y - 4 ഡിവൈഡഡ് ബൈ 5 എന്ന് എനിക്ക് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഈ കാണുന്ന ഇക്വേഷനിൽ എനിക്ക് വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ y താഴെയാണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, 5 ഡിവൈഡഡ് ബൈ y - 4 എന്നാണെങ്കിൽ വൈക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? 4 കൊടുക്കാൻ പറ്റില്ല. കാരണം ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആവും. അപ്പോൾ 5 ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താ വരിക അറിയോ? റേഞ്ച് ഈക്വൽ ടു r - set 4 എന്നാണ് വരിക.
റേഞ്ച് റിയൽ നമ്പേഴ്സിന് ആരെ ഒഴിവാക്കണം എന്നാണ്, 4നെ ഒഴിവാക്കണം എന്നാണ്. ഇവിടെ എനിക്ക് വൈക്ക് കൊടുക്കാൻ പറ്റാത്ത എലമെൻറ്റ്സ് ഒന്നുമില്ല. മുകളിൽ 0 ആയാലും കുഴപ്പമില്ല, ഡിനോമിനേറ്റർ 0 ആകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ മുകളിൽ 0 ആണെങ്കിൽ 4 കൊടുത്താലും കുഴപ്പമില്ല, 4 കൊടുത്താൽ 0 ആയി പോകും. -4 കൊടുത്താലും കുഴപ്പമില്ല, 0 കൊടുത്താലും കുഴപ്പമില്ല, നെഗറ്റീവ് കൊടുത്താലും കുഴപ്പമില്ല, പോസിറ്റീവ് കൊടുത്താലും കുഴപ്പമില്ല. ഇതിലേത് വാല്യൂ കൊടുത്താലും ആൻസർ കിട്ടും, നോട്ട് ഡിഫൈൻഡ് ആവില്ല. അതുകൊണ്ട് y എന്ന് പറയുന്നത് എന്താ, ബിലോങ്സ് ടു R ആണ്. ദാറ്റ് മീൻസ് റേഞ്ചും എന്തുതന്നെയാടാ, റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് ആണ് ഇവിടുത്തെ റേഞ്ച് ആയിട്ട് വരിക. റിയൽ നമ്പേഴ്സ് റേഞ്ച് ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് എഫ് ഫ്രം R to R എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ഫംഗ്ഷനെയാണ് നമ്മൾ എപ്പോഴും എന്ത് പറയാ, നേരത്തെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു, കോഡൊമൈൻ എന്ന് പറയാം. രണ്ടാമത്തെ ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയാ, കോഡൊമൈൻ എന്ന് പറയാം. കോഡൊമൈൻ റേഞ്ച്, ഇവർ രണ്ടാളും ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താടാ, കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ആണെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു എന്ന് പറയാം. കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ആണെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു എന്ന് പറയാം. ക്ലിയർ അല്ലേടാ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. And the next one, show that f from -1 to 1 to R given f of x is equal to x by x plus 2 is 1 1. ഇതാണ് നമ്മളോട് ഷോ ചെയ്യാൻ പറഞ്ഞത്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും പറഞ്ഞു. ഇത് 1 1 ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം, f of x1 equal to f of x2 എടുത്തു, x1 equal to x നമുക്ക് കിട്ടണം. എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് എക്സ് ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുത്തു, x1 കൊടുത്തു. എഫ് ഓഫ് x2 എന്ന് പറയുന്നതിൽ എഫ് ഓഫ് എക്സിൽ എക്സ് ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുത്തു, x2 എന്ന് കൊടുത്തു. ഇതിനിങ്ങോട്ടേക്കും കൊണ്ടുപോയി. ഇതിനിങ്ങോട്ടേക്ക് കൊടുത്താൽ x1 ഇൻറ്റു x2 പ്ലസ് 2 എന്ന് കിട്ടി, x2 ഇൻറ്റു x1 പ്ലസ് 2 എന്നും കിട്ടി. ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, എന്താ കിട്ടാം, x1 ഇൻറ്റു x2 പ്ലസ് 2x1 ഈക്വൽ ടു x1 ഇൻറ്റു x2 പ്ലസ് 2x2 എന്ന് കിട്ടും. ഇതിൽ കോമൺ ആയിട്ടുള്ളതാണ് x1 ഇൻറ്റു x2, അതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ബാക്കി ഉണ്ടാവുക 2x1 ഈക്വൽ ടു 2x2 എന്നാണ്. അപ്പോൾ 2 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും, x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. x1 ഈക്വൽ ടു x2 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഫ് ഈസ് 1 1. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2, ഫൈനൽ ആൻസർ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഫ് ഈസ് 1 1 ഫംഗ്ഷൻ. എഫ് 1 1 ആണെന്നാണ് ആദ്യം നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്, ഷോ ചെയ്യാൻ പറഞ്ഞത്. ഇനി അടുത്തത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഇൻവേഴ്സ് കാണാനുണ്ടായിരുന്നടാ, ഇവിടെ ഇൻവേഴ്സും കൂടി കാണാനുണ്ടായിരുന്നു. ഇൻവേഴ്സ് കാണും നമ്മളവിടെ പറയാൻ വിട്ടുപോയതാണ്, ശ്രദ്ധിക്കണേ. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദി ഫംഗ്ഷൻ എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ആ ഇൻവേഴ്സ് കാണേണ്ടത് നിങ്ങൾ എന്താണോ എക്സ് ഈക്വൽ ടു എന്ന് ഓൺ ടു കാണാൻ വേണ്ടിയിട്ട് എക്സ് ഈക്വൽ ടു എന്ന് മാറ്റിയില്ലേ, ആ കിട്ടുന്ന ആൻസറിൽ വൈക്ക് പകരമൊക്കെ നേരെ എന്തിട്ട് കൊടുത്താൽ, എക്സ് ഇട്ട് കൊടുത്താൽ കിട്ടുന്നതാണ് എന്താടാ, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. വൈ ഈക്വൽ ടു നിങ്ങൾക്ക് ഇവിടെ y - 4 ഡിവൈഡ് ബൈ 5 എന്നാണ് കിട്ടിയത്. ഓക്കെ, ആ കാണുന്ന വൈക്ക് പകരങ്ങൾ നേരെ എന്തിട്ട് കൊടുക്കടാ, എക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു x - 4 ഡിവൈഡഡ് ബൈ 5. ഇവിടെ ഇൻവേർട്ടിബിൾ ആണോ ചെക്ക് ചെയ്യാനുണ്ട്. 1 1 ഓൺ ടു ആണെങ്കിൽ അതിനെന്ത് പറയാം, ഇറ്റ് ഈസ് ബൈജക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറയാം. അത് ഇൻവേർട്ടിബിൾ ആണ്, അതുകൊണ്ട് തന്നെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു x - 4 ഡിവൈഡഡ് ബൈ 5 എന്ന് നേരിട്ട് ഇൻവേഴ്സ് നിങ്ങൾക്ക് എന്ത് എഴുതി കൊടുക്കടാ, ഓൺ ടു കണ്ടുപിടിച്ച പോർഷൻ എടുത്ത് എഴുതി കൊടുക്കുക കേട്ടോ. അതേപോലെ അത് കണ്ടുപിടിക്കുന്ന അതേപോലെ തന്നെ നമ്മൾ നേരെ ഇവിടുത്തെ തന്ന എഫ് ഓഫ് എക്സിന് എന്താക്കിയിട്ട് എടുത്തോടാ, ഈ തന്ന ക്വസ്റ്റ്യനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെടുത്തു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നെടുത്തു. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു വൈ തന്നത് എക്സ് ബൈ എക്സ് പ്ലസ് 2 എന്നാണ്. ഈ ഡിനോമിനേറ്ററിന് അപ്പുറത്തേക്ക് കൊടുക്കുന്നു, എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് 2, ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്തു, വൈ എക്സ് പ്ലസ് 2y ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. എക്സിന് അപ്പുറത്തേക്ക് കൊടുന്നു, 2y അപ്പുറത്തേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ 2y അവിടെ നിർത്തി വൈ എക്സിന് അപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന ആലോചിച്ചാൽ മതി. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് വൈ എക്സിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുകയാണെന്ന് വിചാരിച്ചോ, 2y വൈ എക്സിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിച്ചോട്ടോ, ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരിക. വൈ എക്സിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്താ കിട്ടുക, 2y ഈക്വൽ ടു എക്സ് മൈനസ് വൈ എക്സ് എന്നാണ് കിട്ടുക. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ കോമൺ ആയിട്ട് എക്സിനെ പുറത്തേക്ക് എടുത്താൽ എന്ത് കിട്ടും, എക്സ് ഇൻറ്റു 1 മൈനസ് വൈ എന്ന് കിട്ടും. എക്സ് ഇൻറ്റു 1 മൈനസ് വൈ, 2y ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 മൈനസ് വൈ എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടൂടാ, എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈന് അപ്പുറത്തേക്ക് കൊടുത്താൽ എന്താ കിട്ടുക, 2y ഡിവൈഡ് ബൈ 1 മൈനസ് വൈ എന്നാണ് കിട്ടുക. 2y ഡിവൈഡ് ബൈ 1 മൈനസ് വൈ. ഈ കിട്ടിയ സാധനത്തിന് നേരിട്ട് നിങ്ങൾക്ക് എന്താക്കിയിട്ട് എഴുതി കൊടുക്കാം, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ്. ഇതാണ് എന്താ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നേരിട്ടായി നിങ്ങൾക്ക് എന്ത് എഴുതി കൊടുക്കാൻ പറ്റും, ഇൻവേഴ്സ് എഴുതി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതിവിടെ കാൽക്കുലേഷൻ ചെയ്ത സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ആയതാണ്, ശ്രദ്ധിക്കണേ. ഇങ്ങനെയാണ് വരിക, 2y നമ്മൾ അവിടെ നിർത്തി, വൈ എക്സിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അപ്പുറത്തെ എക്സ് ഉണ്ട്, അപ്പോൾ എക്സ് മൈനസ് വൈ എക്സ് എന്ന് വന്നു. അതിന് കോമൺ ആയിട്ട് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എക്സ് ഉണ്ട്, എക്സിനെ പുറത്തേക്ക് എടുത്തു, അപ്പോൾ 1 മൈനസ് വൈ എന്ന് വരും. 1 മൈനസ് വൈന് അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2y ഡിവൈഡ് ബൈ 1 മൈനസ് വൈ എന്ന് വരും. എക്സ് ഇസിക്വൽ ടു 2y ഡിവൈഡ് ബൈ 1 മൈനസ് വൈ എന്ന് വന്നു കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസിക്വൽ ടു എന്ത് എഴുതാം, 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് എന്ന് എഴുതാം. ഇതാണ് എന്തിൻ്റെ ആൻസർ, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ഇൻവേഴ്സ് ഓഫ് എഫും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഫ്രം n ടു n, എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ഫംഗ്ഷനാണ്. ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻജക്റ്റീവ് ബട്ട് നോട്ട് സർജക്റ്റീവ്. ഇത് 1 ആണ്, പക്ഷേ എന്തല്ല എന്നാണ് തെളിയിക്കേണ്ടത്, ഓൺ ടു അല്ല, ഇൻജക്റ്റീവ് ആണ്, സർജക്റ്റീവ് അല്ല എന്നാണ് തെളിയിക്കേണ്ടത്. നേരിട്ട് ഞാൻ എഫ് ഓഫ് എക്സ് 1 എഫ് ഓഫ് എക്സ് 2 കൊടുത്തു. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എക്സ് ക്യൂബ് കിട്ടും, എഫ് ഓഫ് എക്സ് 2 ഈക്വൽ ടു എക്സ് 2 ക്യൂബും കിട്ടും. എക്സ് 1 ക്യൂബ് ഈക്വൽ ടു എക്സ് 2 ക്യൂബ് ആണെങ്കിൽ എക്സ് 1 ഈക്വൽ ടു എന്ത് കിട്ടും, എക്സ് കിട്ടും. സ്ക്വയർ ക്യൂബും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. നെഗറ്റീവിൻ്റെ ക്യൂബ് കണ്ടാൽ നെഗറ്റീവ് തന്നെയാണ് കിട്ടുക, പോസിറ്റീവിൻ്റെ ക്യൂബ് കണ്ടാൽ പോസിറ്റീവ് തന്നെയാണ് കിട്ടുക. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ചോദിച്ചത്, അതുകൊണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ നമുക്ക് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പോസിറ്റീവിൻ്റെ ക്യൂബ് കണ്ടാൽ ഓരോ ക്യൂബുകളും സെപ്പറേറ്റ് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ക്യൂബുകൾ കിട്ടുള്ളൂ. ഇത് എക്സ് 1 x 2 എന്താവും, ഈക്വൽ ആവുമെന്ന് നമുക്ക് പറയാം. ദെർഫോർ എഫ് ഈസ് 1 എന്ന് പറയാം. ക്യൂബും ക്യാൻസൽ ചെയ്യുന്ന പോലെ ആലോചിച്ചാൽ മതി. ഓക്കെ, സിംപ്ലി. അപ്പോൾ എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് ആലോചിക്കാം. എക്സ് 1 ഈക്വൽ ടു എക്സ് 2 കിട്ടിയാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ ഈസ് എന്ത് പറയാം, 1 എന്ന് പറയാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ റേഞ്ച് എന്ന് പറയുന്നത്, ഇതിൽ എക്സിന് പകരം ഈ നാച്ചുറൽ നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ കിട്ടുന്ന ആൻസറുകളാണ്. നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ 1 2 3 4 5. 1 കൊടുത്താൽ 1ൻ്റെ ക്യൂബ് കണ്ടാൽ എന്ത് കിട്ടണം, ഈ 1 എഴുതാൻ കാരണം 1 ക്യൂബ് കണ്ടതാണ്. 8 എഴുതാൻ കാരണം 2 ക്യൂബ് കണ്ടതാണ്. 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബാണ്. ഇങ്ങനെ നമുക്ക് എഴുതി പോകാൻ പറ്റും. ഈ കിട്ടുന്ന ആൻസറുകളെയാണ് നമ്മൾ എന്ത് പറയാടാ, റേഞ്ച് എന്ന് പറയാം. എക്സ് ക്യൂബ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ആൻസറുകളായിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറുകളെയാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ റേഞ്ച് എന്ന് പറയാം. 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് ഈ ആൻസറുകൾ നമ്മൾ എഴുതി കൊടുത്തു. 1 80 27. എടാ ഇതിൻ്റെ ഇടയിൽ കുറേ നാച്ചുറൽ നമ്പേഴ്സ് ഇല്ലേ, പക്ഷേ ഇവിടുത്തെ കോഡൊമൈൻ എന്താടാ, കോഡൊമൈൻ എന്താ, നാച്ചുറൽ നമ്പർ. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. റേഞ്ച് എന്ന് പറയുന്നത് 1 8 27 എക്സെട്ര എന്നാണ്. 1നും 8നും ഇടയിൽ തന്നെ ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പറുകളൊന്നും എന്തിൽ വരുന്നില്ലടാ, റേഞ്ചിൽ വരുന്നില്ല, പക്ഷേ എന്തിലുണ്ട്, കോഡൊമൈനിൽ. ദാറ്റ് മീൻസ് കോഡൊമൈനും റേഞ്ചും എന്തല്ല, ഈക്വൽ അല്ല. കോഡൊമൈനും റേഞ്ചും ഈക്വൽ അല്ലെങ്കിൽ എഫ് ഈസ് നോട്ട് ഓൺ ടു അല്ലെങ്കിൽ നോട്ട് സർജക്റ്റീവ് എന്ന് പറയാം. അതാണ് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞതടാ, ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇൻജക്റ്റീവ് ആണ്. 1 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇൻജക്റ്റീവ് ആണ്, പക്ഷേ എന്തല്ല, സർജക്റ്റീവ് അല്ല. ഓക്കെ അല്ലടാ, സിമ്പിൾ അല്ലേ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇതാണ് ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ. ആർ മൈനസ് ലെറ്റ് എ ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 3 ബി ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 1. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി. എ ടു ബിയിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നതാണ് എന്താടാ, കോഡൊമൈൻ. എ എന്ന് പറയുന്നതാണ് എന്ത്, ഡൊമൈൻ എന്ന് പറയുന്നത്. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഈസ് ബൈജക്റ്റീവ്. ഇത് ബൈജക്റ്റീവ് ആണെന്നാണ്, 1 1 ആണ്, ഓൺ 2 ആണെന്നാണ് നിങ്ങൾ തെളിയിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 1 1 ആണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 കൊടുത്തു. ഇതിലുള്ള എല്ലാ എക്സുകൾക്ക് പകരം എക്സ് 1 കൊടുത്തു, എക്സും കൊടുത്തു. ഇതിനെ നേരെ ഇപ്പുറത്തേക്കും ഇതിനപ്പുറത്തേക്കും മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പുറത്ത് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 2 കൊണ്ട് 2നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ കിട്ടുന്നത് x1 ഇൻറ്റു x2, x1 ഇൻറ്റു -3 -3x1, -2 ഇൻറ്റു x2 എന്ന് പറയുമ്പോൾ -2x2, -2 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ +6. അതേപോലെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൽ കോമൺ ആയിട്ട് x1 ഇൻറ്റു x2, x1 ഇൻറ്റു x2 കോമൺ ആണ്, 6ഉം കോമൺ ആണ്. ഇതിൽ നിന്ന് -3x2നെ ഇപ്പുറത്തേക്ക് കൂടുന്നു. അപ്പോൾ -3x2നെ ഇപ്പുറത്തേക്ക് കൊടുത്താൽ +3x2 എന്നാവും. ഇവിടെ ഓൾറെഡി -2x2 ഉണ്ട്. ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ x2 എന്ന് ഈക്വൽ ടു, ഇതിൻ്റെ ആൻസർ x2 എന്നും കിട്ടും, ഇതിൻ്റെ ആൻസർ എന്തും കിട്ടും, x1 എന്നും കിട്ടും. ദാറ്റ് മീൻസ് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. ദെർഫോർ എഫ് ഈസ് 1 1 എന്ന് പറയാം. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എടുത്തു, ആൻസർ നിങ്ങൾക്ക് എന്ത് കിട്ടി, x1 ഈക്വൽ ടു x2 കിട്ടി. ദെർഫോർ ദ ഫംഗ്ഷൻ ഈസ് 1 1 എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ ഓൺ ടു തെളിയിക്കാൻ വേണ്ടിയിട്ട് y ഈക്വൽ ടു x മൈനസ് 2 ഡിവൈഡ് ബൈ x മൈനസ് 3. x മൈനസ് 3നെ പുറത്തേക്ക് കൊടുന്നു, നേരെ പുറത്തേക്ക് കൊടുന്നു. ഇവിടെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, y കൊണ്ട് ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ yx ഈക്വൽ ടു -3y. -3yനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 3y എന്നാവും. ഈ എക്സിന് അപ്പുറത്തേക്ക് കൊടുത്താൽ -x എന്നാവും. -3yനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി എക്സിന് അപ്പുറത്തേക്ക് കൊടുന്നു, അതാണ് ചെയ്തത് കേട്ടോ. എക്സിന് അപ്പുറത്തേക്ക് കൊടുത്തപ്പോൾ -x ആയി, -3yനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ +3y ആയി. അവിടെ ഓൾറെഡി -2 ഉണ്ട്. അപ്പോൾ 3y -2 അപ്പുറത്തുണ്ട്. ഇതിൽ നിന്ന് രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ടടാ, എക്സ് ഉണ്ട്. ഇതിന് രണ്ടും ഞാൻ കോമൺ ആയിട്ട് എക്സിനെ പുറത്തേക്ക് കൊടുത്താൽ അപ്പോൾ ഉള്ളിൽ y -1 എന്നാണ്. y -1നെ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ദാറ്റ് മീൻസ് 3y -2 ഡിവൈഡ് ബൈ y -1 എന്നാണ് വരിക. എടാ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും വൈക്ക് കൊടുക്കാൻ പറ്റാത്ത നമ്പർ ഏതാ. വൈക്ക് ആരെ കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആയി പോകും, വൈക്ക് 1 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആയി പോകും. ദാറ്റ് മീൻസ് y ബിലോങ്സ് ടു r മൈനസ് സെറ്റ് 1, r മൈനസ് സെറ്റ് 1. ഇതാണ് ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ y നോക്കിയിട്ട് ഈ കിട്ടുന്ന ആൻസർ നോക്കിയിട്ട് നിങ്ങൾക്ക് റേഞ്ച് എഴുതാൻ പറ്റും. ഇതിൽ കൊടുക്കാൻ പറ്റാത്തതിനെ റിയൽ നമ്പേഴ്സിനെ ഒഴിവാക്കിയാൽ മതി. ഇവിടെ 1നെ കൊടുക്കാൻ പറ്റൂല, 1നെ എന്തെന്ന് ഒഴിവാക്കി, റിയൽ നമ്പേഴ്സിനെ ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റേഞ്ച് എന്ന് പറയുന്നത്. അത് നേരെ റേഞ്ച് ആക്കിയിട്ട് എടുത്ത് എഴുതി കൊടുത്തു, റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് 1. ഇനി ക്വസ്റ്റ്യൻ പ്രകാരം കോഡൊമൈൻ എന്താ തന്നിട്ടുള്ളത് ഒന്ന് നോക്കി നിങ്ങൾ. ക്വസ്റ്റ്യനിൽ കോഡൊമൈൻ എന്ന് പറയുന്നത് ബി ആണ്. ബി എന്ന് പറയുന്ന സെറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താ,
ആർ മൈനസ് സെറ്റ് വൺ ആണ്. അപ്പോൾ കോഡൊമൈനും റേഞ്ചും ഇവിടെ എന്താടാ ആർ മൈനസ് സെറ്റ് വൺ തന്നെയാണ് കോഡൊമൈൻ തന്നത്. ദാറ്റ് മീൻസ് കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ആണ്. ദെർഫോർ ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു, ഹെൻസ് ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. അപ്പോൾ ഇതിനെന്ത് പറയാടാ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ അല്ലേ. അടുത്തത് ഇതിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. കോമ്പോസിഷൻ ഓഫ് എ ഫംഗ്ഷൻ. കോമ്പോസിഷൻ, എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫ് ഒക്കെ നിങ്ങൾ കേട്ട സാധനങ്ങൾ തന്നെയായിരിക്കും. ശ്രദ്ധിച്ചോ. അറിയുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങളോട് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ നേരെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് മാത്രം റെഫർ ചെയ്ത് കേട്ടോ. ഓക്കെ. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. ഈ കോമ്പോസിറ്റിന് ഒഴിവാക്കേണ്ട ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാൻ ആലോചിച്ചാൽ മതി. ഇതിനെ വായിക്കുന്നത് കോമ്പോസിറ്റ് എന്നാണ് കേട്ടോ. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാം, കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്നാണ് ഇതിനെ പറയാം. ഇതിനെ വായിക്കുക കോമ്പോസിറ്റ്. എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും കാണാൻ പറഞ്ഞിട്ട് നിങ്ങളോട് ആദ്യം എഫ് കോമ്പോസിറ്റ് ജി ഇതാണ് ആദ്യം കാണുന്നത് കേട്ടോ. എഫ് കോമ്പോസിറ്റ് ജി കാണണമെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് കാണണം. ജി ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ എന്താ തന്നത്? എക്സ് റേസ് ടു 1/3 എന്നാണ്. ഈ ജി ഓഫ് എക്സിന് പകരം ഞാൻ ഈ തന്ന സാധനത്തിന് എഫിൻ്റെ ഉള്ളിൽ കൊണ്ട് എഴുതി കൊടുത്തു, എക്സ് റേസ് ടു 1/3. എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഫംഗ്ഷൻ 8x ക്യൂബാണ്. എഫ് ഓഫ് എക്സ് റേസ് ടു 1/3 ആണെങ്കിൽ ഈ എക്സ് ഉള്ള സ്ഥാനത്ത് എന്ത് എഴുതി കൊടുക്കണടാ? എക്സ് റേസ് ടു 1/3 എഴുതണം. അപ്പോൾ പുറത്തുള്ള 8 അവിടെ എഴുതി, എക്സിന് പകരം എക്സ് ക്യൂബ് എഴുതിന് പകരം എക്സിന് പകരം എന്ത് എഴുതി? എക്സ് റേസ് ടു 1/3 ഹോൾ ക്യൂബ് എന്ന് എഴുതി. ദാറ്റ് മീൻസ് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ആണെങ്കിൽ എ റേസ് ടു എം ഇൻറ്റു എൻ എന്നാണ് റിസൾട്ട്. അപ്പോൾ ഇവിടെ പവർ വന്നു കഴിഞ്ഞാൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കൊടുത്താൽ മതി. 1/3 × 3 ആണെങ്കിൽ 3 യും 3 യും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് മീൻസ് എക്സ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഫൈനൽ ആൻസർ എന്ത് കിട്ടൂടാ? എഫ് കോമ്പോസിറ്റ് ജി കണ്ടാൽ 8x എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും കണ്ടുപിടിക്കാം. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സിന് പകരം നേരിട്ട് ക്വസ്റ്റ്യനിൽ തന്ന 8x ക്യൂബിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ. ഇനി അടുത്തത് ജി ഓഫ് എക്സ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ? ജി ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് റേസ് ടു 1/3 ആണ്. ജി ഓഫ് എക്സ് ആവുമ്പോൾ എക്സ് റേസ് ടു 1/3 ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാടാ? 8x ക്യൂബാണ്. അപ്പോൾ എക്സിന് പകരം ഇവിടെ തന്നത് ആരെയാണോ അയാളെയാണ് ഈ ആൻസറിലും എക്സിന് പകരം എഴുതി കൊടുക്കേണ്ടത്. ജി ഓഫ് എക്സ് ആയപ്പോൾ എക്സ് റേസ് ടു 1/3 ആണ്. ജി ഓഫ് 8x ക്യൂബ് ആയപ്പോൾ 8x ക്യൂബ് റേസ് ടു എന്ത് വരും? 1/3 എന്ന് വരും. ഈ പവറിനെ രണ്ടിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. 8 റേസ് ടു 1/3 എഴുതി കൊടുക്കാം. എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എന്ത് എഴുതി കൊടുക്കാം? 1/3 എഴുതി കൊടുക്കാം. ഇവിടുത്തെ 3 യും 3 യും ക്യാൻസൽ ചെയ്ത് പോകും. 8 റേസ് ടു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 8 നാടാ. ക്യൂബ് റൂട്ട് ഓഫ് 8 വിച്ച് ഇസ് ഇക്വൽ ടു 2 ആണ്. ഏത് നമ്പറിൻ്റെ ക്യൂബ് കണ്ടാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? 8 കിട്ടുക എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ 2ൻ്റെ ക്യൂബ് കണ്ടാലാണ് 8 കിട്ടുക. ദാറ്റ് മീൻസ് 8 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് എഴുതി കൊടുക്കാം? 2 എന്ന് എഴുതാം. ഇവിടെ 3 യും 3 യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക എക്സ് ആണ്. ദാറ്റ് മീൻസ് 2x ആണ് എന്ത് ചെയ്യുക? അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ശ്രദ്ധിച്ചോ, വൺ വേർഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. ഇതൊക്കെ അല്ലേ? ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഇതിൻ്റെ എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും കാണാനുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ. അടുത്തത് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഫ്രം എൻ ടു എൻ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 2x എന്നാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 2x ആണ്. ഇത് 1 1 ഉം 1 2 ആണോ എന്നുള്ളതാണ് കാണേണ്ടത്. ഓക്കെ. എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 2x ആണെങ്കിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ചെയ്താൽ 2x1 ഈക്വൽ ടു 2x2. 2 യും 2 യും ക്യാൻസൽ ചെയ്താൽ x1 ഈക്വൽ ടു എന്ത് കിട്ടും? x2 കിട്ടും. അപ്പോൾ നേരിട്ട് എന്ത് പറയാം? 1 1 ആണെന്ന് പറയാം. 1 1 ആണ്. ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. 1 1 നോട്ട് 1 1 എന്നുള്ളത് എന്തായാലും വരൂല ആൻസർ. ഓൺ ടു ബട്ട് നോട്ട് 1 1. നോട്ട് 1 1 എന്തായാലും വരില്ല. നോട്ട് 1 1 എന്തായാലും വരില്ല. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. എന്തായാലും ആ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. ഇനി ഓൺ ടു ആണോ എന്നുള്ളതാണ് കൂടി ചെക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവിടുത്തെ കോഡൊമൈൻ എന്താ? കോഡൊമൈൻ ഈക്വൽ ടു ക്യാപിറ്റൽ N ആണ്. ഇവിടുത്തെ റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് ഈക്വൽ ടു ഇതിൽ എക്സിന് പകരം നാച്ചുറൽ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ 1 ആണ്. ഇതിന് പകരം 1 കൊടുത്താൽ ആൻസർ എന്താ കിട്ടുക? 1 × 2 ഈക്വൽ ടു 2 ആണ് കിട്ടുക. 2 × 2 ഈക്വൽ ടു 4 ആണ് കിട്ടുക. 2 × 3 ഈക്വൽ ടു 6 ആണ് കിട്ടുക, എക്സെട്രാ. അപ്പോൾ ഇത് ഏത് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂടാ? ഈവൻ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. കോഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും ഈക്വൽ ആണോ? ഇതിൽ 1 1 3 5 ഓഡ് നമ്പേഴ്സ് ഒന്നും ഇതിൽ വരില്ല. അപ്പോൾ ഇത് രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നോട്ട് ഓൺ ടു എന്നുള്ളതാണ്. അപ്പോൾ 1 1 ആണ് ബട്ട് നോട്ട് ഓൺ ടു. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാടാ? 1 1 ബട്ട് നോട്ട് ഓൺ ടു. ബി ഓപ്ഷൻ ആണ് എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ അത്രയാണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. സിമ്പിളായിട്ട് വൃത്തിക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് നോട്ടിലേക്ക് എഴുതി വെച്ച കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്ത് വായിച്ച് നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് ചോദിച്ചോളി, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ താങ്ക് യു.